എല്ലാവർക്കും നമസ്കാരം. സക്കീർ ഹുസൈനാണ്. ഇന്ന് ഫെബ്രുവരി 16 തിങ്കളാഴ്ച 2026 മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു റാലിയാണ് മാർക്കറ്റ് നടത്തിയിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും മറ്റെല്ലാ ഇൻഡെക്സുകളും ഇന്ന് അത്യാവശ്യം നല്ല ഒരു റാലി, പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിലാണ് ഇന്ന് കൂടുതലായും ഒരു പെർഫോമൻസ് നടത്തിയത്. ഗ്ലോബൽ മാക്രോ അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ് ഈ റാലി. കാരണം ഹെൽത്തി സെക്ടറൽ റൊട്ടേഷന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഇന്നത്തെ ഈ ഒരു സെന്റിമെന്റ്സിന് കാരണം. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റോക്കുകൾ സ്റ്റേബിൾ ടു പോസിറ്റീവ് വരെയുള്ള അണ്ടർലൈനോടെയാണ് ക്ലോസ് ചെയ്തത്. ബാങ്കിങ് ഷെയറുകളിലെ ഇന്നത്തെ ഒരു പ്രത്യേക നേട്ടമാണ് ഇന്ത്യൻ ഇൻഡെക്സുകൾ വൈകിയാണെങ്കിലും ഒരു റാലിക്ക് കാരണം കിട്ടിയത്. പ്രത്യേകിച്ച് 2 ദിവസത്തെ തുടർച്ചയായ നഷ്ടത്തിന് ശേഷമാണ് ഈ റാലി എന്നുള്ളതാണ്. ഈ ക്യാപിറ്റൽ ഗുഡ്സ്, അതുപോലെ റിയാലിറ്റി, കൺസ്യൂമർ ആൻഡ് മെറ്റൽ സ്റ്റോക്സുകളൊക്കെ സ്ഥിരമായ ആഭ്യന്തര ആവശ്യകതയും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ നയിക്കുന്ന തുടർച്ചയായ ചെലവഴിക്കലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ശക്തി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇതിന് ഓപ്പോസിറ്റായിട്ട് ജാഗ്രതയോടെയുള്ള ഗ്ലോബൽ മാർക്കറ്റ് ഡിമാൻഡ് ക്യൂസുകളും അതുപോലെ തന്നെ സെലക്റ്റഡ് സ്ഥാനനിർണയവും റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് IT പാക്ക് ഇന്നും താഴ്ന്ന നിലയിൽ തന്നെയായിരുന്നു. സെഷന്റെ സെക്കൻഡ് ഹാഫിൽ വ്യക്തമായ പുരോഗതിയാണ് ഉണ്ടായത്. ഇൻവെസ്റ്റർമാർ ഈ ഷോർട്ട് ടേമിൽ നയ ആശങ്കകൾ ക്രമേണ ഒഴിവാക്കുകയും ഏണിങ്സ് പ്രതിരോധ ശേഷിയിലേക്കും ആഭ്യന്തര മാക്രോ ശക്തിയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതായാണ് ഇത് സൂചിപ്പിക്കുന്നത്. മൊത്തത്തിൽ മാർക്കറ്റ് സ്ട്രക്ചർ സെലക്റ്റഡ് ഇൻവെസ്റ്റ്മെന്റിലേക്കും സെന്റിമെന്റ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു അപ് ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ടെക്നിക്കലി 26,000 ലെവലിനടുത്ത് ഒരു റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്തിരുന്നു. കൂടാതെ ഇത് വീക്ക്ലി ചാർട്ടിൽ ഒരു ബെയറിഷ് ക്യാൻഡിലും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മിക്കവാറും നെഗറ്റീവാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇൻട്രാഡേ മാർക്കറ്റ് ടെക്സ്ചർ ഇപ്പോഴും വീക്ക് സൈഡാണ് എന്നുള്ളതാണ്. പക്ഷേ 20-ഡേ ഡബിൾ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ 25,400 എന്നുള്ള റേഞ്ച്, ഈ ഒരു സോൺ മാർക്കറ്റ് റിജക്റ്റ് ചെയ്താൽ മാത്രമേ ഇനി സെയിൽ സൈഡിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ പോയാൽ 25,300 പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ അതുവഴി കൂടുതൽ തകർച്ച തുടർന്നേക്കാം. 25,200, 25,050 ഈ ഒരു ഫാൾ വലിച്ചിടാൻ സാധ്യതയുണ്ട്. ഇനി ഹയർ സൈഡ് നോക്കുകയാണെങ്കിൽ 25,600 ബുൾസിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിന് മുകളിൽ 50-ഡേ SMA ഏകദേശം 25,700 അതുപോലെ 25,800 എന്നുള്ള ഈ റേഞ്ചിലേക്ക് ഒരു പുൾ ബാക്ക് ആവാനും സാധ്യതയുണ്ട്. 25,200, 25,100 ഇടയിൽ വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ വാങ്ങി ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 0.79% റാലി നടത്തിയത്. 650 പോയിന്റ്, 83,277 ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി 0.83% ഉയർന്നിരിക്കുന്നത്. 211 പോയിന്റ്, 25,682 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 762 പോയിന്റാണ് പോസിറ്റീവായിരിക്കുന്നത്. 1.27%, 60,949 എത്തി നിൽക്കുന്നു. നിഫ്റ്റിയിൽ പവർ ഗ്രിഡ് കോർപ്പറേഷനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത്. 4.63%. അതോടൊപ്പം കോൾ ഇന്ത്യ, HDFC ബാങ്ക്, അദാനി എന്റർപ്രൈസസ്, മാക്സ് ഹെൽത്ത് കെയർ തുടങ്ങി 37ഓളം സ്റ്റോക്കുകൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ടെക് മഹീന്ദ്രയാണ് 1.41% ഇടിഞ്ഞ് റെഡ്, ഏറ്റവും കൂടുതൽ ഇടിഞ്ഞ് റെഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം മാരുതി സുസുക്കി, ബജാജ് ഫിനാൻസ്, ടാറ്റ മോട്ടോഴ്സ്, ഏഷ്യർ മോട്ടോഴ്സ് തുടങ്ങി ആട്ടോ സെക്ടറിൽ ഇന്ന് കാര്യമായി, അതുപോലെ IT-യിലും കാര്യമായി ഫാളോ ആണ് സംഭവിച്ചിരിക്കുന്നത്. നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് RBI മൂലധന മാർക്കറ്റ് എക്സ്പോഷൻ മാനദണ്ഡങ്ങൾ
പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ ഏഞ്ചൽ വൺ ബ്രോക്കർ MCX സ്റ്റോക്കുകൾ 10% വരെ ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമങ്ങൾ ബാങ്കുകൾക്ക് അനുകൂലമാണെന്നും ബ്രോക്കർമാർക്ക് ധനസഹായം കർശനമാക്കുമെന്നുമാണ് ജയം ഫിനാൻഷ്യൽ പറയുന്നത്. ഇനി ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.48%, സ്മോൾ ക്യാപ്പ് 0.11% ഉയർന്നു. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ റിയാലിറ്റി, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, ഫാർമ എന്നീ സെക്ടറുകളിൽ ബയ്യിങ് പ്രഷർ ഉണ്ടായിരുന്നു. അതേസമയം ആട്ടോ, മെറ്റൽ സ്റ്റോക്കുകൾ എന്ന് സെല്ലിംഗ് പ്രഷറും നേരിട്ടു. ഇനി കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് നമ്മൾ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് വാച്ച് ചെയ്യാം. നമ്മൾ ബാങ്ക് നിഫ്റ്റി 60,385 മുകളിൽ എൻട്രി എടുത്ത് പോകാം എന്ന് പറഞ്ഞു. താഴെയാണ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരു എൻട്രി ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 25,540 മുകളിലാണ് നമ്മൾ എൻട്രി പറഞ്ഞിരുന്നത്. നമുക്ക് നിഫ്റ്റിയിലും ഇന്ന് എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും രണ്ട് ഇൻഡെക്സുകളിൽ നിന്ന് നല്ല റാലിയാണ് നടത്തിയത്. അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 25,720 മുകളിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. 25,720 മുകളിൽ അപ്പ് സൈഡിലേക്കും അതോടൊപ്പം ഡൗൺ സൈഡിലേക്ക് വാച്ച് ചെയ്യുകയാണെങ്കിൽ 25,600 താഴെ ഡൗൺ സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാവുന്നതാണ്. നിഫ്റ്റി ഈ ലെവലുകൾ നമുക്ക് നാളെ വാച്ച് ചെയ്യാം. അതോടൊപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് സപ്പോർട്ടായിട്ട് ഈ ഒരു സോണ് 60,630, ഓക്കെ, സപ്പോർട്ട് 60,630 ആവുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 61,130 ബാങ്ക് നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ആയിട്ടും വാച്ച് ചെയ്യാം. 61,130 മുകളിൽ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. നാളെ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കി ഉചിതമായ സമയത്ത് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ എടുത്ത ട്രേഡുകളിലൂടെ ഒന്ന് നമുക്ക് യാത്ര ചെയ്യാം. കുഴപ്പമില്ല. ഇന്ന് ചെറിയ തോതിലൊക്കെ രാവിലെ നിഫ്റ്റി കാൾ സൈഡ് 25,400, നമുക്കത് എൻട്രി ലഭിച്ചില്ല. നെക്സ്റ്റ് പുട്ട് സൈഡാണ് 25,600, അതിൽ എൻട്രി ലഭിച്ചു, എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റി 470 കാൾ സൈഡ് എടുത്തു, അതും പ്രോഫിറ്റ് ലഭിച്ചു. ലൂപ്പിന് 2,210 എൻട്രി എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ 2,215 വന്നിട്ട് തിരിച്ചു പോയി. അതുകൊണ്ട് അതിൽ എനിക്ക് എൻട്രി ലഭിച്ചില്ല. പിന്നീട് 25,400 കാൾ സൈഡ് ഇത് 2-3 തവണ ഞാൻ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴെല്ലാം അതിനടുത്ത് വന്നിട്ട് മുകളിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ 175 എടുക്കാൻ നോക്കിയപ്പോൾ 178 വന്നിട്ട് തിരിച്ചു പോയി. ഓക്കെ, അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് പിന്നീട് ഞാൻ എടുക്കാറില്ല. കാരണം അങ്ങനെ തിരിച്ചു പോയി ടാർഗറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എടുക്കാറില്ല. തന്നെ വീണ്ടും അതങ്ങനെ വിട്ടാൽ പറ്റില്ലയോ എന്നുള്ള രീതിയിൽ വീണ്ടും 172 എടുത്തു. അത് അവസാനം സക്സസ് ആയി 195, 200 വരെ പോയി. രണ്ട് ടാർഗറ്റും ഹിറ്റായിട്ടുണ്ട്. അതുപോലെ സെൻസെക്സ് ലാസ്റ്റ് കാൾ സൈഡ് എടുത്തു, 520 എടുത്തു, അത് 2 ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഈവനിങ് ക്രൂഡ് ഓയിൽ 153 ടച്ച് ചെയ്തതിന് ശേഷം 148 എടുക്കാൻ ശ്രമിച്ചു. 148.50 വരെയൊക്കെ വന്നു. പക്ഷെ ഞാൻ 152 എടുത്തു. അതിനുശേഷം 159 വരെ പോയി. വീണ്ടും താഴെ വന്നപ്പോൾ വീണ്ടും എടുത്തു, 137 എടുത്തു, 164 വരെ പോയി. ഇപ്പോഴും അത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് ലെവലുകൾ. ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.